കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ സ്ഥലമായിരുന്നു അത്. ഇത്രയും തിരക്കുള്ള സ്ഥലവും ഇത്രയും ബിസിനസ് ചെയ്യുന്ന സ്ഥലവുമായിരുന്നു അത്. ആകപ്പാടെ നശിപ്പിച്ച് ജനങ്ങൾക്ക് പോകണമെങ്കിൽ മൈലക്കാട് വരെ കറങ്ങി വേണം പോകാൻ. എത്ര രൂപ ഓട്ടോയ്ക്ക് കൊടുക്കണം? ഒരു സബ്വേ പോലും അവിടെ ഉണ്ടാക്കിയില്ല ജനങ്ങൾക്ക് അപ്പുറം ഇപ്പുറം പോയി സാധനങ്ങൾ മേടിക്കാൻ. ഒരു സാധനം മേടിക്കണമെങ്കിൽ 150 രൂപ ചിലവാക്കണം. ഇത് എത്രയും പെട്ടെന്ന് അതിനുള്ള വഴി നടത്തി തരണം. അതെ, ഹൈവേ വികസനവുമായി നിരവധി വേവലാതികളാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്. സ്ഥിരമായി നമ്മൾ ഉപയോഗിച്ചു പോരുന്ന ഒരു സിസ്റ്റത്തിൽ നിന്നും പെട്ടെന്ന് ഒരു വ്യതിയാനമുണ്ടാകുമ്പോൾ അതുമായി പൊരുത്തപ്പെട്ടു പോകാൻ വലിയ പ്രയാസം തന്നെയാണ്. എന്നാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഈ ഒരു ഹൈവേയും അതുപോലെ തന്നെ എക്സിറ്റുകളും എൻട്രികളുമൊന്നും വലിയ പ്രശ്നമില്ലാതായി തീരും. കാരണം അവർ ജനിക്കുമ്പോൾ തന്നെ അവർ ഇതുമായി പൊരുത്തപ്പെട്ടു തന്നെയാണ് ജീവിച്ചു വരുന്നത്. വണ്ടി പോകത്തില്ല. ഒത്തിരി വണ്ടിയാണല്ലോ ചാത്തന് പോയിട്ടല്ലേ സാറിനെ പോകുന്നത്. അവിടെ തിരിയാൻ പാലത്തിൻ്റെ അടിയിൽ തിരിയുന്ന കാര്യം പാടാണ്. തിരിഞ്ഞ ചാത്തന് പാടാണ്. പിന്നെ റോയലിൻ്റെ അടുത്ത് പോയി തിരിയണം. അത് അത്രയും ടൈം നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും കിലോമീറ്റർ ഓടി. പിന്നെ കൊട്ടിയത്തുനിന്ന് കറക്കി അപ്പോഴേ തിരിച്ച് പരവൂരോട്ട് വരേണ്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അടി കൂടെ പോകത്തില്ല വണ്ടി. അപ്പോൾ ഈ വണ്ടികളൊന്നും ഇപ്പോൾ ചാത്തന് പോണില്ല. വണ്ടികളൊന്നും പോകണില്ല. തിരിച്ചു വരുമ്പോഴും പോകാൻ പാടാണ്. പാലത്തിൻ്റെ അടിയിൽ തിരിയാൻ പാടാണ് വണ്ടി. അതിപ്പോൾ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? പാലം വലുതാക്കണം, അല്ലെങ്കിൽ ഒരു പാലം കൂടെ വരണം അവിടെ. അണ്ടർ പാസേജ് ഒന്നും കൂടെ വരണം. അല്ലാതെ തിരിയില്ല. അല്ലേ പാടാണത്. കാര്യം വൺ വേ കട്ട് ചെയ്തിട്ട് വേണം പാലത്തിൻ്റെ അടി കയറാം. അങ്ങനെ ഓപ്പോസിറ്റ് കയറി വന്ന് വല്ല ആക്സിഡന്റ് പറ്റി കഴിഞ്ഞാൽ നമുക്ക് കുറ്റമാകും. ലൈസൻസ് കംപ്ലൈന്റ് ആകും. ചാത്തന് പോകാൻ വണ്ടി ചാത്തന് പോകാൻ പറ്റത്തില്ല. എന്താണ് കാര്യം? ചാത്തന് പോകാൻ പറ്റാത്തതെന്ന് വെച്ചാൽ റോഡിൻ്റെ ഇപ്പോഴത്തെ പണി നടക്കുന്ന അവിടെ തിരിച്ച് പോകാൻ പറ്റത്തില്ല നമുക്ക്. അതുകൊണ്ടാണ് ചാത്തന് പോകാത്തത്. ഒട്ടുമിക്ക വണ്ടിക്കും നമുക്കൊരു സമയം തന്നുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ചാത്തന് ഓടി കയറാൻ പറ്റത്തില്ല. അതെ, നമ്മുടെ ഇപ്പോൾ ഉള്ള തിരുമുക്ക് അടിപ്പാത നിർമ്മാണത്തിലെ പ്രധാന പ്രശ്നം ഇതുതന്നെയാണ്. പരവൂരിൽ നിന്നും വരുന്ന ഒരു വണ്ടിക്ക് സർവീസ് റോഡിൽ കയറി കൊല്ലത്തേക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചാത്തന്നൂരേക്ക് പോകണമെങ്കിൽ ഈ വൺ വേ തെറ്റിച്ച് അണ്ടർപാസിലൂടെ കടന്ന് തിരിഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. അത് പ്രായോഗികമല്ല എന്നാണ് നിഗമനം. അതുപോലെ തന്നെ കൊല്ലത്തു നിന്നും പരവൂരേക്ക് വരുന്ന വണ്ടികൾക്ക് ഈ അണ്ടർപാസിലേക്ക് കയറണമെങ്കിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വളച്ച് വേണം ഇതിനകത്തോട്ട് കയറ്റാൻ, അല്ലെങ്കിൽ ഒടിഞ്ഞ് ഇതിനകത്തോട്ട് കയറത്തില്ല. അണ്ടർപാസ് അത്രയ്ക്ക് വീതി കുറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ലെഫ്റ്റ് സൈഡ് ചേർത്ത് ഇടുമ്പോൾ ഹൈവേ ബ്ലോക്ക് ആവാനുള്ള ചാൻസുമുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഈ അശാസ്ത്രീയമായി നിർമ്മിച്ചിരിക്കുന്ന അടിപ്പാത പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പരവൂർക്കാർ കൂട്ടായ്മയും വിവിധ സംഘടനകളും നിലവിലുള്ള സിസ്റ്റത്തിന് എതിരെ പ്രക്ഷോഭങ്ങളും സമരപരിപാടികളും സംഘടിപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതിനു മുന്നോടിയായി പരവൂരിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന മാസ് പെറ്റീഷൻ്റെ ഒപ്പ് ശേഖരണമാണ് നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണുന്നത്.